കത്തോലിക്ക സഭ എന്നാൽ എന്താ എന്ന് ഒരു കത്തോലിക്കനോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല കത്തോലിക്ക സഭയുടെ ഘടനയൊക്കെ എന്താന്ന് ഒരാൾ പറഞ്ഞാൽ എന്തൊരു നാണക്കേടാ അത്. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ കീഴിൽ കോടിക്കണക്കിന് ആൾക്കാരുടെ വലിയൊരു പ്രസ്ഥാനമാണ് എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, സഭ സഭകളുടെ കൂട്ടായ്മയാണ്. ചർച്ച് ഈസ് ദ കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ്. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ആൾക്കൂട്ടമല്ല, 24 വ്യക്തിഗത സഭകളുടെ ഒരു കൂട്ടായ്മയെ പറയുന്ന പേരാണ് കത്തോലിക്ക സഭ. 24 ഇൻഡിവിജ്വൽ ചർച്ചസ്, അല്ലെങ്കിൽ സൂയി ജൂറിസ് ചർച്ചസ്, അല്ലെങ്കിൽ റീത്തുകൾ എന്നൊക്കെ പറയും. 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയെ പറയുന്ന പേരാണ് കത്തോലിക്ക സഭ. അല്ലാതെ മാർപ്പാപ്പയുടെ കീഴിൽ വലിയ കോടിക്കണക്കിന് ആൾക്കാരുടെ ഒരു വലിയ ആൾക്കൂട്ടം, അങ്ങനെയല്ല കത്തോലിക്ക സഭയുടെ ഘടന. 24 വ്യക്തിഗത സഭകളെ ചേർത്ത് പറയുന്ന പേരാണ് കത്തോലിക്ക സഭ. ഇനി നമുക്ക് ഈ കത്തോലിക്ക സഭ രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് ചിന്തിക്കാം. ഈശോ 12 സാധാരണക്കാരായ ആളുകളെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തു. ഈശോയുടെ കൂട്ടത്തിൽ അവരെ കൊണ്ട് നടന്നു, കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ 12 ശിഷ്യന്മാർ മീൻപിടുത്തക്കാരും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അവരിങ്ങനെ ഈശോയെ നോക്കി, ഈശോയിൽ നിന്ന് കേട്ട് ഈശോയെ മനസ്സിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലരുടെയും ഈ 12 പേരിൽ 12 പേരുടെയും യേശുവിനെ പറ്റിയുള്ള അനുഭവം, അതിനെ പറയുന്ന പേരാണ് ശിഷ്യന്മാരുടെ ക്രിസ്തു അനുഭവം. ഈ 12 പേർക്കും യേശുവിനെക്കുറിച്ച് ലഭിച്ച അറിവ് അത് 12 രീതിയിലാണ് വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ. പക്ഷേ കാതലായ കാര്യങ്ങളിൽ 12 പേരുടെയും ക്രിസ്തു അനുഭവം ഐക്യരൂപമുള്ളതാണ്, ഒന്ന് തന്നെയാണ്. വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ഓരോരുത്തരുടെയും ആ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി അനുസരിച്ച് അവർ മനസ്സിലാക്കുന്ന രീതി അനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ കാതലായ കാര്യങ്ങളിൽ ഐക്യവും വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ വ്യത്യസ്തവുമായിട്ടുള്ള ക്രിസ്തുവാനുഭവം പേറിക്കൊണ്ടുള്ള 12 ശിഷ്യന്മാരാണ് ഈശോയുടെ കൽപ്പനയനുസരിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. പത്രോസ് ലീഹ റോമിലേക്ക് ചെന്നു, തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വന്നു. അവർ ഈ ശിഷ്യന്മാർ ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ആളുകളോട് തങ്ങളുടെ ക്രിസ്തുവാനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, റോമിലെ സാംസ്കാരിക പശ്ചാത്തലം വ്യത്യസ്തമാണ്, ഭാരതത്തിലെ സാംസ്കാരിക പശ്ചാത്തലം വ്യത്യസ്തമാണ്. റോമിലെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ പത്രോസ് ലീഹായുടെ ക്രിസ്തുവാനുഭവം ഏറ്റുവാങ്ങി. അങ്ങനെ സാംസ്കാരിക പശ്ചാത്തലവും ഒരു ശിഷ്യൻ്റെ ക്രിസ്തുവാനുഭവം ഉൾച്ചേർന്നുകൊണ്ടാണ് അവിടെ ഒരു സമൂഹം രൂപം കൊള്ളുക. അങ്ങനെ രൂപം കൊള്ളുന്ന സമൂഹത്തിന് പറയുന്ന പേരാണ് വ്യക്തിഗത സഭ, ഇൻഡിവിജ്വൽ ചർച്ച്. ഇവിടെ തോമാസ് ലീഹായുടെ ക്രിസ്തു അനുഭവവും ഭാരതത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലവും ഉൾച്ചേർന്നുകൊണ്ട് ഒരു സമൂഹം രൂപം കൊണ്ടു. ആ സമൂഹത്തെ പറയുന്ന പേരാണ് ഇൻഡിവിജ്വൽ ചർച്ച്. അങ്ങനെ ഇന്ന് കത്തോലിക്ക സഭയിൽ 24 വ്യക്തിഗത സഭകളുണ്ട്. കാരണം ഒരു ശിഷ്യൻ ഒരു സ്ഥലത്ത് മാത്രമല്ല പോയിരിക്കുന്നത്, അവിടെ സുവിശേഷം പ്രഘോഷിച്ച് തങ്ങളുടെ ക്രിസ്തുവാനുഭവം പങ്കുവെച്ച് ഒരു സമൂഹത്തിന് രൂപം കൊടുത്തു കഴിഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് വേറെ സ്ഥലത്തേക്ക്. അപ്പം അവിടുത്തെ സാംസ്കാരിക പശ്ചാത്തലം വ്യത്യാസമുണ്ട്. അവിടുത്തെ സാംസ്കാരിക പശ്ചാത്തലവും ഈ ശിഷ്യൻ്റെ ക്രിസ്തുവാനുഭവം ഉൾച്ചേർന്നുകൊണ്ട് അവിടെ വേറൊരു സമൂഹം രൂപം കൊള്ളുന്നു. ഇങ്ങനെ രൂപം കൊണ്ടിട്ടുള്ള സമൂഹങ്ങളെ പറയുന്ന പേരാണ് വ്യക്തിഗത സഭകൾ. ഇന്ന് കത്തോലിക്ക സഭയിൽ 24 വ്യക്തിഗത സഭകളുണ്ട്. ഇനി വ്യക്തിഗത സഭകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് കാണാം. കാരണം കത്തോലിക്ക സഭ എന്ന കുടുംബത്തിലെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ് ഈ 24 വ്യക്തിഗത സഭകളും. അവരുടെ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും പേരറിയാവോ? ഇല്ല എന്ന് പറഞ്ഞ് നാണക്കേടല്ലേ? നിങ്ങളുടെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സും നിങ്ങൾക്ക് എത്ര പേരുണ്ട് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, അതും അറിയില്ല എന്ന് പറഞ്ഞ നാണക്കേടല്ലേ? എനിക്ക് തോന്നുന്നു
നമ്മുടെ കത്തോലിക്ക സഭയിൽ കുറേ ആളുകൾക്കെങ്കിലും 24 വ്യക്തിഗത സഭകളുടെ പേരറിയോ എന്ന് എനിക്ക് സംശയമാണ്. 24 വ്യക്തിഗത സഭകൾ ചേർന്നതാണ് കത്തോലിക്ക സഭ എന്ന് തന്നെ അറിയാവുന്നത് കുറേ പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ് 24 വ്യക്തിഗത സഭകൾ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ വന്നതെന്നൊന്ന് ചിന്തിക്കാം. ജെറുസലേമിൽ ക്രിസ്തു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് സ്ഥാപിച്ച സഭ അവിടുന്ന് ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ മുന്നോട്ട് നീങ്ങാണ്. 6 ആരാധനാക്രമ പാരമ്പര്യത്തിലൂടെയാണ് 24 വ്യക്തിഗത സഭകളും വളർന്നു വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ആരാധനാക്രമ പാരമ്പര്യമാണ് ലത്തീൻ ആരാധനാക്രമ പാരമ്പര്യം. അതിലൂടെ വളർന്നു വന്ന കാത്തലിക് ചർച്ചാണ്, സഭയാണ് റോമൻ കത്തോലിക്ക സഭ. ഒന്ന്. ഇനി രണ്ടാമത് അർമേനിയൻ ആരാധനാക്രമ പാരമ്പര്യത്തിലൂടെ വളർന്നു വന്ന സമൂഹമാണ്, വ്യക്തിഗത സഭയാണ് അർമേനിയൻ കാത്തലിക് ചർച്ച്. 3. കാൽഡിയൻ ആരാധനാക്രമ പാരമ്പര്യത്തിലൂടെ വളർന്നു വന്ന സമൂഹമാണ്, അവിടെ 2 സഭകൾ വന്നിട്ടുണ്ട്. ഒന്ന് കാൽഡിയൻ കാത്തലിക് ചർച്ച്, 2 സീറോ മലബാർ കാത്തലിക് ചർച്ച്. ഇനിയും അലക്സാൻഡ്രിയൻ ആരാധനാക്രമ പാരമ്പര്യത്തിലൂടെ വളർന്നു വന്ന 3 സഭകളുണ്ട്. ഒന്ന് കോപ്റ്റിക് കാത്തലിക് ചർച്ച്, എറിത്രേയൻ കാത്തലിക് ചർച്ച്, എത്യോപ്യൻ കാത്തലിക് ചർച്ച്. ഇനിയും ആന്റിയോക്യൻ ആരാധനാക്രമ പാരമ്പര്യത്തിലൂടെ വളർന്നു വന്ന 3 സഭകളുണ്ട്. ഒന്ന് മറോണൈറ്റ് കാത്തലിക് ചർച്ച്, 2 സിറിയക് കാത്തലിക് ചർച്ച്, 3 സീറോ മലങ്കര കാത്തലിക് ചർച്ച്. ഇനിയും അടുത്തത് ബൈസന്റൈൻ ആരാധനാക്രമ പാരമ്പര്യത്തിലൂടെ വളർന്നു വന്ന 14 കത്തോലിക്ക സഭാ സമൂഹങ്ങളുണ്ട്. അൽബേനിയൻ കാത്തലിക് ചർച്ച്, ബെലറൂസിയൻ കാത്തലിക് ചർച്ച്, ബൾഗേറിയൻ കാത്തലിക് ചർച്ച്, ബൈസന്റൈൻ കാത്തലിക് ചർച്ച് ഓഫ് സെർബിയ, മോണ്ടനെഗ്രോ, ക്രൊയേഷ്യ. ഇനിയും സ്ലോവാക് കാത്തലിക് ചർച്ച്, ഉക്രൈനിയൻ കാത്തലിക് ചർച്ച്, മസഡോണിയൻ കാത്തലിക് ചർച്ച്, മെൽക്കൈറ്റ് കാത്തലിക് ചർച്ച്, റൊമേനിയൻ കാത്തലിക് ചർച്ച്, റുത്തേനിയൻ കാത്തലിക് ചർച്ച്, റഷ്യൻ കാത്തലിക് ചർച്ച്. ഇനിയും ഗ്രീക്ക് ബൈസന്റൈൻ കാത്തലിക് ചർച്ച്, ഹംഗേറിയൻ കാത്തലിക് ചർച്ച്, ഇറ്റാലോ അൽബേനിയൻ കാത്തലിക് ചർച്ച്. അങ്ങനെ 24 വ്യക്തിഗത സഭകൾ ചേർന്നതാണ് കത്തോലിക്ക സഭ. ഇവരൊക്കെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ്, ഒരു കുടുംബത്തിൽ അംഗങ്ങളാണ്. മാർപ്പാപ്പയുടെ കീഴിലുള്ള 24 വ്യക്തിഗത സഭകളാണ് ഈ 6 ആരാധനാക്രമ പാരമ്പര്യത്തിലൂടെ ചരിത്രത്തിൽ വളർന്നു വന്നിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ? ഈ വ്യക്തിഗത സഭകൾക്കൊക്കെ തലവന്മാരുണ്ട്. റോമൻ കാത്തലിക് ചർച്ചിൻ്റെ തലവനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. സീറോ മലബാർ കാത്തലിക് ചർച്ചിൻ്റെ തലവനാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സീറോ മലങ്കര കാത്തലിക് ചർച്ചിൻ്റെ തലവനാണ് കാർഡിനൽ മാർ ക്ലീമിസ്. ഇങ്ങനെ 24 വ്യക്തിഗത സഭകൾക്കും കത്തോലിക്ക സഭയിൽ തലവന്മാരുണ്ട്. ഇനി മാർപ്പാപ്പയ്ക്ക് ഒരു അഡീഷണൽ റോളുണ്ട്. എന്താണെന്നറിയാവോ? മാർപ്പാപ്പ പത്രോസ്ലീഹായുടെ പിൻഗാമിയാണ്. മാർപ്പാപ്പ ഫെയ്ത്ത് ആൻഡ് മോറൽസിൻ്റെ കാര്യങ്ങളിൽ 24 സഭകളുടെ മേലും മാർപ്പാപ്പയ്ക്കാണ് പൂർണ്ണ അധികാരം. മാർപ്പാപ്പയ്ക്കാണ് ഈ 24 സഭകളും വിധേയപ്പെട്ടിരിക്കുക. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഓരോ സഭകൾക്കും ഭരണസമിതിയുണ്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അത് ആരെ തീരുമാനം എടുക്കണം എന്നറിയാവോ? ഓരോ സഭകളുടെ തലവനും ആ സഭയിലെ മെത്രാന്മാർ ഒരുമിച്ചുള്ള സിനഡ്, ആ സിനഡാണ് ഓരോ സഭകളുടെയും ഭരണം നിയന്ത്രിക്കുന്ന, തീരുമാനങ്ങൾ സ്വീകരിക്കുന്ന ബോഡി. എന്നാൽ ഫെയ്ത്ത് ആൻഡ് മോറൽസിൻ്റെ കാര്യങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണിപ്പോൾ മാർപ്പാപ്പയാണ്, പത്രോസ്ലിഹായുടെ പിൻഗാമിയായ മാർപ്പാപ്പയാണ് എല്ലാ സഭകളെയും നിയന്ത്രിക്കുക. ഇതാണ് കത്തോലിക്ക സഭയുടെ ഘടന. ഇങ്ങനെ 24 വ്യക്തിഗത സഭകളുണ്ടെന്നും ആ സഭകൾക്കൊക്കെ തലവന്മാരുണ്ടെന്നും ആ സഭകളിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതാത് സഭകളിലെ സിനഡാണെന്നും വിശ്വാസം, ധാർമ്മികത, ഈ കാര്യങ്ങളിൽ മാർപ്പാപ്പയാണ് 24 വ്യക്തിഗത സഭകളുടെ മേലും, 24 വ്യക്തിഗത സഭകളുടെ മേലും ഭരണം നിയന്ത്രിക്കുന്നത്. ഇതാണ് കത്തോലിക്ക സഭയുടെ ഘടന. ഇങ്ങനെ 24 വ്യക്തിഗത സഭകളുണ്ടെന്നും ആ സഭകളിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതാത് സഭകളിലെ സിനഡാണെന്നും വിശ്വാസം, ധാർമ്മികത, ഈ കാര്യങ്ങളിൽ മാർപ്പാപ്പയാണ് 24
നിയന്ത്രണമുള്ള വ്യക്തി. മറ്റുള്ള ഭരണകാര്യങ്ങളൊക്കെ അതാത് സഭകളിലെ സിനഡാണ് തീരുമാനിക്കുക. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, 24 വ്യക്തിഗത സഭകൾക്കും തുല്യ അവകാശവും തുല്യ കടമയാണുള്ളത്. ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കാനുള്ള ദൗത്യം 24 സഭകൾക്കും ഉണ്ട്. ക്രിസ്തു നൽകിയിരിക്കുന്ന ദൗത്യമാണത്. ഈ സഭകളിലെ അംഗസംഖ്യയിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. റോമൻ കാത്തലിക് ചർച്ചിൽ 100 കോടിയിലധികം വിശ്വാസികളുണ്ട്. സീറോ മലബാർ കാത്തലിക് ചർച്ചിൽ 1/2 കോടിയെ ഏകദേശം ആളുകളുള്ളൂ. സീറോ മലങ്കര ചർച്ചിൽ ഏതാനും ലക്ഷങ്ങളെ വിശ്വാസികളുള്ളൂ. പക്ഷേ 24 സഭകൾക്കും തുല്യ അവകാശവും തുല്യ കടമകളുമാണ് ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട്. നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. ഇനി അതുപോലെ തന്നെ 24 വ്യക്തിഗത സഭകൾക്കും ഉണ്ടായിരിക്കേണ്ട ചില പ്രത്യേകതകളിലേക്ക് കൂടി ഞാൻ വിരൽ ചൂണ്ടുകയാണ്. 1, പ്രാർത്ഥനാനിരതമായിരിക്കണം പ്രവർത്തനങ്ങൾ. 1 തെസ്സലോനിയൻസ് 5:17 പറയുന്നുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുക എന്നൊക്കെ. യാമപ്രാർത്ഥനകളിൽ, കാനനമസ്കാര പ്രാർത്ഥനകളിൽ പറയുന്നൊരു വചനമുണ്ട്, ശ്വാസോച്ഛ്വാസം പോലെ ആയിരിക്കണം കർത്താവിനെ സ്തുതിക്കേണ്ടതെന്ന്. നമ്മൾ ആരും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിൽ ബ്രേക്ക് ചെയ്യാറില്ല. ഞാൻ കുറേ നാളായി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി ഒരു 10 മിനിറ്റ് ഞാൻ വിശ്രമിക്കട്ടെ എന്ന് ആരും പറയാറില്ല. ശ്വാസോച്ഛ്വാസം ചെയ്യാതിരിക്കുന്നു പറയാറില്ല. അതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനാനിരതമായ ഒരു അന്തരീക്ഷമായിരിക്കണം 24 വ്യക്തിഗത സഭകളിൽ ഉണ്ടായിരിക്കേണ്ടത്. പ്രയർ, ആ ഒരു ചക്രത്തിനായിരിക്കണം നമ്മുടെ ഈ വ്യക്തിഗത സഭ കറങ്ങുന്നത്. രണ്ടാമത്തെ ചക്രം എന്താണെന്നറിയാവോ? യൂക്രിസ്റ്റ്, കുർബാന. യോഹന്നാന്റെ സുവിശേഷം 3-ാം തിരുവചനത്തിൽ പറയുന്നില്ലേ, ദൈവം ലോകത്ത് അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനം നൽകാൻ തക്കവിധം. ഞാൻ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ദൈവം ലോകത്ത് അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നമുക്ക് അപ്പമായി നൽകാൻ തക്കവിധം. കണ്ടോ, ഭക്ഷിക്കുന്ന അപ്പമായിട്ട് സ്വന്തം മകന് നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് കുർബാന. ആ കുർബാന കേന്ദ്രീകൃതമായിരിക്കണം ഈ വ്യക്തിഗത സഭകൾ മുന്നോട്ട് നീങ്ങുന്നത്. ആ ചക്രത്തിന് കറങ്ങാൻ മറക്കരുത്. 3-ാമത്തെ കാര്യം, കൂട്ടായ്മ. വ്യക്തിഗത സഭകളിൽ ശക്തമായ കൂട്ടായ്മ ഉണ്ടാകണം. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടായ്മ ഇല്ലാതാക്കുന്ന വലിയൊരു കാര്യം കുറ്റം പറച്ചിലാണ്. തിന്മ കാണുക, തിന്മ പറയുക. അതിന് പകരം നന്മ കാണുക, നന്മ പറയുക. തീർച്ചയായിട്ടും കൂട്ടായ്മ വളരും, സ്നേഹത്തിൽ നമുക്ക് വളരാൻ സാധിക്കും. അപ്പം നമ്മൾ ഓരോ വ്യക്തിഗത സഭകളിലും കൂട്ടായ്മയിൽ, സ്നേഹത്തിൽ വളരണം. ഒപ്പം തന്നെ കത്തോലിക്ക സഭയിലെ എല്ലാ സഭകളുമായിട്ട് ഐക്യത്തിൽ, സ്നേഹത്തിലായിരിക്കണം. സഹോദരി സഹോദരന്മാരാണ്. പരസ്പരം പ്രോത്സാഹിപ്പിക്കണം, പരസ്പരം വളർത്തണം. കാരണം ഈ സഭകളിലൂടെ കൈമാറി വരുന്നത് ഈശോയുടെ പഠനങ്ങളാണ്. ഇപ്പോൾ കൂട്ടായ്മ വളർത്താനായിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ എല്ലാ സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്ത് വൈകുന്നേരത്ത് കേട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ മറ്റുള്ളവരുടെ കുറ്റമായിരിക്കും പറയുന്നത്. പോസിറ്റീവായിട്ട് നന്മ കാണുകയും നന്മ പറയുകയും ചെയ്യുന്നത് അത്ര അധികം കാണാൻ സാധ്യതയില്ല. അപ്പോൾ അതുണ്ടെങ്കിലാണ് സ്നേഹത്തിലും കൂട്ടായ്മയിലും നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ, നന്മ കാണാനും നന്മ പറയാനും സാധിക്കുകയാണെങ്കിൽ. പിന്നെ 4-ാമത്തെ ചക്രം, വ്യക്തിഗത സഭകൾക്കുണ്ടായിരിക്കുന്ന 4-ാമത്തെ ചക്രം, അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിൽ ഉറച്ചു നിൽക്കുക. ഞാൻ ഈ 4 ചക്രങ്ങളെക്കുറിച്ച് പറഞ്ഞത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 2-ാം അധ്യായം 42-ാം തിരുവചനത്തിൽ നിന്നാണ്. ആദിമ സഭയുടെ പ്രത്യേകതകളായിരുന്നത് പ്രാർത്ഥന, അപ്പം മുറിക്കൽ ശുശ്രൂഷ, കുർബാന, കൂട്ടായ്മ, അതുപോലെ തന്നെ അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത്. ഇത് ആദിമസഭയുടെ 4 പ്രത്യേകതകളായിരുന്നു. ആ 4 ചക്രത്തിലാണ് സഭ കറങ്ങിയിരുന്നത്. നമ്മുടെ ഓരോ വ്യക്തിഗത സഭകളും കറങ്ങേണ്ടത് ഈ 4 ചക്രങ്ങളിലാണ്. അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ അബദ്ധ പഠനങ്ങളിലേക്ക് പോകരുത്, അന്ധവിശ്വാസത്തിലേക്ക് പോകരുത്, ആഴത്തിലുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് നീങ്ങണം. ഞാനിവിടെ ബൈബിൾ വായനയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന, ചിലപ്പോഴൊക്കെ ബൈബിൾ വായിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുന്ന രീതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അപകടത്തെക്കുറിച്ച് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ബൈബിളിൻ്റെ ഒരു ടെക്സ്റ്റ് ആ ഭാഗത്തുനിന്ന് എടുത്ത് മാറ്റി നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്.
ഞാൻ ധ്യാന കേന്ദ്രത്തിൽ ഒരിക്കൽ കൗൺസിലിങ്ങിൽ ഇരുന്നപ്പോൾ ഒരു സഹോദരി അകലയിൽ നിന്ന് ധ്യാനം കൂടാൻ വന്നിരിക്കുന്നതാ. ആ സഹോദരി പറഞ്ഞു, എനിക്ക് ഭയങ്കര വിഷമമാണ്, ഈശോ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ഈശോ എന്താ ചെയ്തേ? ഈ സഹോദരി വന്ന് ബൈബിൾ തുറന്നപ്പോൾ സ്ത്രീയെ സമയം ഇനി സമാഗതമായിട്ടില്ല എന്നൊരു വചനം കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ധ്യാനം കൂടാൻ വന്നു, ഈശോ എന്നോട് പറയാണ് ഇപ്പം നീ ധ്യാനം കൂടണ്ട, പിന്നെ വന്ന് കൂടിയാൽ മതി എന്ന്. വാസ്തവത്തിൽ ആ വചനം കാനായിൽ കല്യാണം വരുന്നതിൽ ഈശോ മാതാവിനോട് വേറൊരു കോണ്ടെക്സ്റ്റിൽ പറയുന്ന വാചകമാണ്, തിരുവചനമാണ്. അത് ഈ സ്ത്രീ എടുത്ത് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് അസ്വസ്ഥയാകുന്നു. അപ്പം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈബിൾ വായനയെക്കുറിച്ച് പറയുന്നത് ബൈബിൾ വായിച്ച് നമ്മൾ യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് വളരുക എന്നുള്ളതാണ് ബൈബിൾ വായനയുടെ രീതി. അല്ലാതെ ഒരു ടെക്സ്റ്റ് അടർത്തിയെടുത്ത് ഞാൻ വേറൊരു കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവന്ന് വ്യാഖ്യാനിച്ച് തെറ്റായ പഠനങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പിതാവ് ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇനി ബൈബിൾ വായിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ അവിടെ നമ്മൾ ഈ 24 വ്യക്തിഗത സഭകളുടെയും ദൈവിക പാരമ്പര്യം അത് ബൈബിൾ പോലെ തന്നെ പ്രാധാന്യമുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ദൈ വെർബ് നമ്പർ 9 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഡിവൈൻ ട്രഡീഷൻ ആൻഡ് ഹോളി ബൈബിൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ബൈബിളിൽ ഈശോ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഇല്ല. കുറേ കാര്യങ്ങളൊക്കെ ഈ 24 വ്യക്തിഗത സഭകളുടെ ദൈവിക പാരമ്പര്യത്തിലൂടെ കടന്നു വരുന്നുണ്ട്. ആ ദൈവിക പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫെയ്ത്ത്, ലിറ്റർജി ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓരോ സഭകളുടെയും. അപ്പം ബൈബിൾ വായിക്കുമ്പോൾ സംശയം തോന്നിയാൽ നമ്മൾ ഈ 24 വ്യക്തിഗത സഭകളുടെ ദൈവിക പാരമ്പര്യത്തിലൂടെ ഊളിയിട്ടിറങ്ങി കർത്താവിൻ്റെ കാലത്തേക്ക് ചെന്ന് എന്താണ് ഈശോയുടെ കാലഘട്ടങ്ങളിൽ ഈ വചനം എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് നോക്കിക്കൊണ്ട്, അതാണ് കൃത്യമായിട്ട് ഈശോ ഉദ്ദേശിച്ച കാര്യം. കാരണം ഈശോയുടെ അടുത്ത ആൾക്കാർക്കാണല്ലോ, ഈശോയുടെ അടുത്ത് ജീവിച്ച ആൾക്കാർക്കാണല്ലോ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മളെക്കാളും. ഞാനിവിടെ ഇരുന്ന് കാറ്റുകൊണ്ടിരുന്ന് എനിക്ക് തോന്നുന്ന ചിന്തകളെക്കാളും ഒറിജിനലായിരിക്കുക ഈശോയോട് ചിന്തിച്ച കാര്യം, ഈശോയുടെ ജീവിതത്തിൽ ഈശോയോട് മുട്ടി നിന്നിരുന്ന, ഈശോയുടെ അടുത്ത് നിന്നിരുന്ന ആളുകൾ മനസ്സിലാക്കിയ രീതിയായിരിക്കും. നമുക്ക് ഈ ദൈവിക പാരമ്പര്യത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ആവശ്യമാണ്. അതായത് 25ഓളം സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, ആരും വായിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സഭാപിതാക്കന്മാരോ ബൈബിളിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ, അത് കർത്താവിൻ്റെ കാലത്തോട് ഏറ്റവും അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാരാണ്. ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിക്കണം, കൃത്യമായിട്ട് ഈശോ പഠിപ്പിച്ചതെന്ന് അറിയണമെങ്കിൽ. അതൊക്കെ ദൈവിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ കത്തോലിക്ക സഭയിൽ 21 സൂനഹദോസുകളുടെ ഡിഗ്രികളുണ്ട്, പ്രമാണരേഖകൾ. അതിലൊക്കെ കൃത്യമായിട്ട് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നിർവഹിച്ചു വന്നിട്ടുണ്ട്, അത് പഠിക്കണം. പിന്നെ 24 വ്യക്തിഗത സഭകളുടെ ഫെയ്ത്ത്, ലിറ്റർജി ആൻഡ് ലൈഫ് സ്റ്റൈൽ അതും പഠിച്ചാൽ നമ്മൾ ഒരിക്കലും വിശ്വാസ കാര്യങ്ങൾ വഴിതെറ്റി പോകില്ല. അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ ഉറച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ സഭയുടെ ദൈവിക പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഈ സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ, 25ഓളം സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ, 21 സൂനാദോസുകളുടെ ഡിഗ്രികൾ, ചരിത്രത്തിൽ വന്നിട്ടുള്ള സൂനാദോസുകളാണ്. പിന്നെ 24 വ്യക്തിഗത സഭകളുടെ ഇൻഡിവിജ്വൽ ചർച്ചസിൻ്റെ ഫെയ്ത്ത്, ലിറ്റർജി ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഞങ്ങൾക്ക് കുറച്ച് ഉദാഹരണം പറയാം. സിറോ മലബാർ സഭയിൽ കുർബാനയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ചെല്ലുന്ന വിശ്വാസ പ്രമാണം ഉണ്ടല്ലോ, അത് AD 325 നിക്കിയ സൂനാദോസിലും AD 381 കോൺസ്റ്റാന്റിനോപ്പിൾ സൂനാദോസിലും രൂപം കൊണ്ടിട്ടുള്ളതാണ്. നോക്ക്, കർത്താവിൻ്റെ അത്രയും കാലത്തോട് അടുത്ത ഭാഗത്ത് നിർവചനമായിട്ട് നമ്മുടെ വിശ്വാസം എന്താണെന്ന് അന്നത്തെ പൂർവികർ എഴുതി വച്ചിരിക്കുന്നത്. ആ വിശ്വാസ പ്രമാണം തലമുറയായിട്ട് വാക്കുകൾ പോലും മാറ്റാതെ അങ്ങനെ കൈമാറി നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി ഈ പൈതൃകം ഞാൻ ഏറ്റുവാങ്ങി ഞാൻ ജീവിച്ച് അടുത്ത തലമുറയ്ക്ക് ഞാൻ കൈമാറണം, അതിൽ മാറ്റം വരുത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഈ മാർപ്പാപ്പ ഇത്ര സ്ട്രിക്റ്റായിട്ട് ആരാധനാക്രമത്തിൽ, കുർബാനയിൽ വചനങ്ങൾ, വാക്കുകൾ മാറ്റാൻ ആർക്കും അനുവാദമില്ല, മെത്രാന്മാർക്കും അനുവാദമില്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ ദൈവിക പാരമ്പര്യത്തിലൂടെ യേശുവിൻ്റെ പഠനങ്ങൾ കൈമാറി വരുന്നുണ്ട്. ആ AD 325 വിശ്വാസ പ്രമാണം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആൾക്കാർ മാറ്റി ചെല്ലുന്നു വിചാരിക്കുക, പിന്നെ മാറ്റി ചെല്ലി കഴിഞ്ഞാൽ എനിക്ക് വേറെ എല്ലാം കിട്ടുന്നത്, അതെനിക്ക് കിട്ടത്തില്ല. അപ്പോൾ കർത്താവിൻ്റെ കാലത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള സംവിധാനം സഭയുടെ ദൈവിക പാരമ്പര്യത്തിലൂടെ ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 24 വ്യക്തിഗതമായ സഭകളുണ്ട്, റീത്തുകളുണ്ട്. ഇനി ഒരു റീത്തിൽ നിന്ന് വേറെ റീത്തിലേക്ക് മാറാനായിട്ട്, അല്ലെങ്കിൽ ഒരു സഭയിൽ നിന്ന് വേറെ സഭയിലേക്ക് മാറാനായിട്ട് ആർക്കും അനുവാദമില്ല. ഒരു മെത്രാനും ആർക്കും അനുവാദം കൊടുക്കാൻ മാർപ്പാപ്പ കൊടുത്തിട്ടില്ല.
ഇറ്റ് ഈസ് റിസർവ്ഡ് ദ ഹോളി സീ. എന്താ കാരണം എന്നറിയാവോ? വളരെ സ്ട്രിക്റ്റാണ് മാർപ്പാപ്പ. ഓരോ വ്യക്തികളും അവരവരുടെ വ്യക്തിഗത സഭയുടെ പാരമ്പര്യം ജീവിക്കണം, കാത്തു സൂക്ഷിക്കണം, വരും തലമുറ കൈമാറണമെന്ന് മാർപ്പാപ്പയ്ക്ക് വളരെ നിർബന്ധമുണ്ട്. കാരണം കുറച്ച് അംഗസംഖ്യയുള്ള സഭകളുണ്ട്. തോന്നിയോണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മാറാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില നിന്ന് പോയാൽ കർത്താവിൻ്റെ കാലത്ത് നിന്ന് കൈമാറി വരുന്ന ആ ചാല് അടഞ്ഞുപോയി വരും തലമുറയ്ക്ക് കിട്ടാതെ വരും. അത് അനീതിയാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഇത്ര സ്ട്രിക്റ്റ് ആയിരിക്കുന്നത്. 24 വ്യക്തിഗത സഭകളിൽ റീത്തുകളുള്ളവർ അതാത് റീത്തുകളിൽ നിന്നുകൊണ്ട് ഇനി ആരെങ്കിലും കാലഘട്ടത്തിൽ ചരിത്രത്തിൻ്റെ കുത്തൊഴുക്കിപ്പെട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചതിലേക്ക് വരണം എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതാണ്, കടുംപിടുത്തമല്ല. ഇത് ഈശോയുടെ പഠനങ്ങൾ കൈമാറി വരുന്ന വലിയൊരു സ്രോതസ്സാണ് ഈ ദൈവിക പാരമ്പര്യം. 24 വ്യക്തിഗത സഭകളിലൂടെ കൈമാറി വരുന്ന ആ വലിയ സ്രോതസ്സാണത്. അത് അടഞ്ഞു പോകാൻ പാടില്ല. അത് കൈമോശം വരാൻ പാടില്ല. അത് കൈമോശം വന്നാൽ വരും തലമുറയോട് ചെയ്യുന്നൊരു അനീതിയാണത്. അപ്പം അതുകൊണ്ട് വി ഹാവ് ടു ലീവ് അവർ ഫെയ്ത്ത് ട്രഡീഷൻ, ഡിവൈൻ ട്രഡീഷൻ, ആരാധനാക്രമത്തിലൂടെ, അതുപോലെ തന്നെ വിശ്വാസം, ജീവിതശൈലി, ഇതിലൂടെ കൈമാറി വരുന്ന ദൈവിക പാരമ്പര്യം തോമാസ് സ്ലീഹായിലൂടെ നമ്മൾക്ക് കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. സീറോ മലബാർ സഭയിൽ ഈ വിശ്വാസ പൈതൃകം അത് ഞാൻ ജീവിക്കണം, കൈമാറി കൊടുക്കണം. ഇനി ലത്തീൻ റീത്തിലുള്ള റോമൻ കാത്തലിക് ചർച്ചിലുള്ള ഒരു അംഗം പത്രോസ് സ്ലീഹായിലൂടെ കൈമാറി വന്നിരിക്കുന്ന ആ ദൈവിക പാരമ്പര്യം അത് ജീവിക്കണം, വരും തലമുറ കൈമാറി കൊടുക്കണം. അങ്ങനെ ഓരോ റീത്തുകളിലും ഓരോ സഭകളിലും ചിലർ ചോദിക്കും, എന്തിനാ ഇത്ര ഈ റീത്തുകൾ, ഒരെണ്ണം പോരെ, എന്തിനാ തമ്മിൽ അടികൂടണൊക്കെ എന്തിനാന്നൊക്കെ ചോദിക്കും. ശരിക്കും കാര്യങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇതൊക്കെ സഹോദരി സഭകളാണ്. തല്ലുവിടാനല്ല, പരസ്പരം വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും വരും തലമുറയ്ക്ക് കൈമാറാനും ആ യേശുവിൻ്റെ പഠനങ്ങൾ. അതിനാണ് 24 വ്യക്തിഗത സഭകൾ റീത്തുകൾ ഈശോ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഞാൻ ഈശോ സംവിധാനം ചെയ്യുന്നു പറയാൻ കാരണം, എന്തിനാ ഇത്രയധികം റീത്തുകളെന്ന് ചോദിച്ചില്ലേ, എന്തിനാ ഇത്രയധികം സഭകളെന്ന് ചോദിച്ചില്ലേ? അതിന് ഉത്തരം ഞാനല്ല പറയണ്ടേ, ഈശോ പറയണം. കാരണം ഈശോ ഒരാളെ തിരഞ്ഞെടുത്തെങ്കിൽ, ഒരാളെ തിരഞ്ഞെടുത്ത് അവരോട് മാത്രം പറയുകയാണ്, ശിഷ്യനായിട്ട് തിരഞ്ഞെടുത്ത് നീ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രഘോഷിക്കുന്നു പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഇത്ര റീത്തുകളൊന്നും ഉണ്ടാവില്ല, ഒരു റീത്ത് ഉണ്ടാവുള്ളായിരുന്നു. പക്ഷേ ഈശോ 12 പേരെ തിരഞ്ഞെടുത്തു. അത് ഈശോയുടെ ഇഷ്ടമാണ്, എനിക്കൊന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. ഈശോയുടെ മനസ്സിൽ ചിന്തയാണ്. ഈശോ സംവിധാനം ചെയ്തതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാനില്ല. അപ്പം അങ്ങനെ 12 ശിഷ്യന്മാരിലൂടെ 24 വ്യക്തിഗത സഭകളിലൂടെ ഇതാ യേശുവിൻ്റെ പഠനങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കും അതിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. ഇനി ഈ പങ്കിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാ, നമുക്ക് 2 ഡ്യൂട്ടീസ് ഉണ്ട്. ഒന്ന് സ്റ്റാർ ഡ്യൂട്ടി എന്ന് പറയും, 2 സൈൻ ബോർഡ് ഡ്യൂട്ടി. നക്ഷത്ര ദൗത്യം, ചൂണ്ടുപലക ദൗത്യം. നക്ഷത്ര ദൗത്യം എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ബേത്ലഹത്ത് നക്ഷത്രം എന്താ ചെയ്തേ? ഇങ്ങനെ യേശുവിലേക്ക് നീങ്ങി. പൂജരാജാക്കന്മാർ അത് കണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തി. നമ്മൾ യേശുവിലേക്ക് നീങ്ങണം. ഓരോ വ്യക്തിഗത സഭയും യേശുവിലേക്ക് നീങ്ങുന്ന നക്ഷത്രങ്ങളായിരിക്കണം. മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങളായിരിക്കണം. 24 നക്ഷത്രങ്ങൾ യേശുവിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്നു, നമ്മൾ യേശുവിലേക്ക് നീങ്ങുന്നു. ഈ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങിയാലേ ആൾക്കാർ കാണാൻ പറ്റത്തുള്ളൂ. എങ്ങനെ മിന്നിത്തിളങ്ങുക? നമ്മുടെ സൽപ്രവൃത്തികളാൽ. ജാതി മത ഭേദമന്യേ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് മിന്നിത്തിളങ്ങണം നമ്മൾ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25-37 നല്ല സമ്രാന്റെ ഉപമയിൽ കർത്താവ് വ്യക്തമാക്കി തന്നിട്ടുണ്ട് എന്താണ് സ്നേഹമെന്ന്. മറ്റുള്ളവരെ സഹായിക്കുക, അതാണ് സ്നേഹം. ഇപ്പം ഞാൻ പറയും, നമ്മളൊക്കെ വെള്ളമാകണമെന്ന് പറയും. വെള്ളം, എന്താ വെള്ളമാകണമെന്ന് പറയുന്നത്? ഈ കുർബാനയിൽ വീഞ്ഞും വെള്ളവും കൂട്ടിക്കലർത്തുന്ന ഒരു അനുഷ്ഠാനമുണ്ട്. വെള്ളം നമ്മളെ സൂചിപ്പിക്കുന്നു, വീഞ്ഞ് യേശുവിനെ സൂചിപ്പിക്കുന്നു. വീഞ്ഞും വെള്ളവും കൂടി കലരുന്ന പോലെ യേശുവും ഞാനും ഒന്നായി ചേർന്ന് ബലിയർപ്പിക്കണം എന്നാണ് സൂചന. അപ്പോൾ അവിടെ വെള്ളമാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. ഞാൻ പറയും വെള്ളമാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്, ശരിയാ. കാരണം നമ്മളൊക്കെ H2O ആകണം. വെള്ളത്തിൻ്റെ കെമിക്കൽ നെയിം അതല്ലേ H2O. HHO എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്. അങ്ങനെയാണ് നമ്മൾ മിന്നിത്തിളങ്ങുക. നമ്മൾ H2O ആയിക്കൊണ്ട്, ഹെൽപ്പിംഗ് ഹാൻഡ്സ് ടു അതേഴ്സ് ആയിക്കൊണ്ട്, മിന്നിത്തിളങ്ങിക്കൊണ്ട് യേശുവിലേക്ക് നീങ്ങുന്നവരാകണം. നമ്മളെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ യേശുവിലേക്ക് നീങ്ങുന്നവരാകണം. അങ്ങനെ 24 നക്ഷത്രങ്ങളായിരിക്കണം 24 വ്യക്തിഗത സഭകൾ.
അതുപോലെ തന്നെ സൈൻ ബോർഡ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഇതാണ് ഞാൻ. ചൂണ്ടുപലക. സ്നാപകയോഹന്നാണ് അത് ചെയ്തേ. യേശുവിലേക്ക് ചൂണ്ടി നിൽക്കുന്ന ചൂണ്ടുപലകയായിരുന്നു. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുവിലേക്ക് ചൂണ്ടി നിൽക്കുന്ന ചൂണ്ടുപലക. അതുപോലെ 24 വ്യക്തിഗത സഭകളും യേശുവിലേക്ക് ചൂണ്ടി നിൽക്കുന്ന ചൂണ്ടുപലകകളാകണം, മറ്റുള്ളവരെ യേശുവിലേക്ക് നയിച്ചുകൊണ്ട്. ഈശോ എന്നെഴുതിയ ബോർഡായിരിക്കണം. ഈശോ എന്നെഴുതിയ ബോർഡിൻ്റെ ഷായുടെ അറ്റത്തെ ഭാഗം പെയിൻ്റ് അങ്ങനെ അടർന്നു പോയാൽ ഈ ഗോ എന്നാവും. വീണ്ടും പ്രശ്നമായി. നമ്മൾ അല്ലെങ്കിൽ ചെളി പൊടിയൊക്കെ വന്ന് ഈ ഈശോ എന്നെഴുതിയ അക്ഷരങ്ങൾ വായിക്കാൻ സാധിക്കാതെ വന്നാൽ അതും പ്രശ്നമായി. തുടച്ച് വൃത്തിയാക്കണം. അതുപോലെ ഈശോ എന്നെഴുതിയ ബോർഡ് കാലുറയ്ക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞാലും പ്രശ്നമായി. യേശുവിലേക്ക് തന്നെ ചൂണ്ടി നിൽക്കാൻ കാലുറപ്പിച്ച് നിർത്തണം. അങ്ങനെ ചൂണ്ടുപലക ദൗത്യവും നക്ഷത്ര ദൗത്യവും നിർവഹിക്കുന്ന 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. ആ ഒരു ദൗത്യബോധ്യത്തിൽ നമുക്ക് മുന്നേറാം. പ്രാർത്ഥന നിരതരായി, കുർബാനയിൽ കേന്ദ്രീകൃതമായി, അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് കൂട്ടായ്മയിൽ നമുക്ക് മുന്നേറാം. അങ്ങനെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന കത്തോലിക്ക സഭയുടെ മക്കളാണെന്ന് അഭിമാനപൂർവ്വം നമുക്ക് ഓരോരുത്തർക്കും പറയാൻ ഇടവരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.